So this is a community medicine PYQ, NEET PG. Read the question: a diabetic patient with COVID-19 dies in the hospital. What type of surveillance does this death report fall under? The options are passive surveillance, active surveillance, sentinel surveillance, syndromic surveillance. Now tell me, what do you mean by passive surveillance? See, passive surveillance in Artham, here the doctor tells the government how the patient died. Meaning, government, ഇപ്പം ചില നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മിക്ക മരണങ്ങളും നമ്മൾ ഡെത്ത് റിപ്പോർട്ട് എഴുതി ഗവൺമെന്റിലേക്ക് അയക്കുകയാണ് പതിവ്. അല്ലാതെ ഗവൺമെന്റ് വന്ന് സെർച്ച് ചെയ്യുന്ന ഒരു പതിവില്ല. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ നോർമൽ കേസസ്. അപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ദേ സെൻഡ് ദ റിപ്പോർട്ട്സ്, ഡെത്ത് റിപ്പോർട്ട്സ് റൂട്ടീൻലി. ഗവൺമെന്റ് ദേ വിൽ റിസീവ് ദി ഇൻഫർമേഷൻ. സോ ഇങ്ങനത്തെ ഒരു സർവലൻസിനെയാണ് ഞാൻ പാസീവ് സർവലൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ഹോസ്പിറ്റലിൽ ലെറ്റസ് സേ ദർ ആർ 5 ഡെങ്കു പേഷ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ ഡെത്ത് മാത്രമല്ല കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് കാരണം ഈ ക്വസ്റ്റ്യൻ ഇറ്റ് ഡീൽസ് വിത്ത് ഡെത്ത്. അപ്പോൾ ലെറ്റ്സ് സേ ഹോസ്പിറ്റൽ ഹാസ് ഗോട്ട് 5 ഡെങ്കു പേഷ്യൻസ്. അപ്പോൾ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ് ഇറ്റ് ടു ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് passive surveillance. See, what you mean by surveillance? See, surveillance means അതൊരു കണ്ടിന്യൂസ് സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡേറ്റ. ഇവിടെ നമ്മൾ ഹെൽത്തിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. സോ ലെറ്റ് us say it is a systematic continuous collection of data. ഈ ഡേറ്റ നമ്മൾ ഓരോ അസുഖങ്ങളുടെ പ്രിവെൻഷൻ, കൺട്രോൾ ഓഫ് ഡിസീസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് സർവലൻസ്. അപ്പോൾ സർവലൻസ് പലതരത്തിലുണ്ട്: പാസീവ്, ആക്റ്റീവ്, സെന്റിനൽ, സിൻഡ്രോമിക്. അപ്പോൾ പാസീവ് സർവലൻസ് എന്താണെന്ന് മനസ്സിലായോ? ഇറ്റ് ഈസ് എ നോർമൽ റൂട്ടീൻ സർവലൻസ്, ഇൻഫർമേഷൻ സെൻഡ് ബൈ ദി ഡോക്ടർ ഓർ ദ ഹോസ്പിറ്റൽ ടു ദ ഗവൺമെന്റ്. Now, next is active surveillance. See, active surveillance means ഇവിടെ here the health authorities are very active. Meaning, active surveillance means ഇവിടെ health workers they go to the community, okay, and look for cases. അവർ ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യും, ഫീൽഡ് വിസിറ്റ്സ് ഉണ്ടാവും, ലാബിൽ പോകും, ആൻഡ് ദേ കളക്ട് ഡേറ്റ. So they don't wait. The health workers they actively find the patients. How? For example, ഞാൻ എക്സാമ്പിൾ പറയാം ആക്റ്റീവ് സർവലൻസിൻ്റെ. ഒരു മലേറിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായെന്ന് വെച്ച് ഒരു കമ്മ്യൂണിറ്റിയിൽ, ഒരു വില്ലേജിൽ, ഓക്കെ ലെറ്റ് us say this is a village, വില്ലേജ് എ, ഇവിടെ ഒരു മലേറിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായെന്ന് വെച്ചു. അപ്പോൾ ഹെൽത്ത് വർക്കേഴ്സ് ദേ ഗോ ഫ്രം ഓരോ വീട്ടിൽ ചെന്നും, ഈ വില്ലേജിലെ ഓരോ വീട്ടിൽ ചെന്നിട്ടും ഹെൽത്ത് വർക്കേഴ്സ് ചോദിക്കും നിങ്ങൾക്ക് പനിയുണ്ടോ, ഡു യു ഹാവ് ബോഡി പെയിൻ, ഓക്കെ, സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഓരോ വീട്ടിൽ ചെന്നും ചോദിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കേസ് ഓഫ് ആക്റ്റീവ് സർവലൻസ്. അപ്പം നമുക്ക് ആക്റ്റീവ് സർവലൻസിൻ്റെ ഉപയോഗം എന്താ? നമുക്ക് നേരത്തെ കേസസ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഈ ഔട്ട് ബ്രേക്ക് അല്ലെങ്കിൽ സ്പ്രെഡ് ഓഫ് ഡിസീസ് ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതാണ് ആക്റ്റീവ് സർവലൻസ്. ഇനി അടുത്തത് സെന്റിനൽ സർവലൻസ്. എന്താണ് ഈ സെന്റിനൽ സർവലൻസ്? Sentinel means, see guys, sentinel means, sentinel അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് എ യൂണിറ്റ്, ഓക്കെ, ഒരു ഗ്രൂപ്പ്. അതെന്തുവാം? ഹോസ്പിറ്റൽ ആവാം, ക്ലിനിക് ആവാം, ലാബ് ആവാം, ഡോക്ടർ ആവാം, ഹെൽത്ത് സെന്റർ ആവാം. സെന്റിനൽ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഗിവ്സ് ഏർലി വാർണിംഗ് അബൌട്ട് എ ഡിസീസ്. ഓക്കെ, അപ്പോൾ ഹെൽത്ത് അതോറിറ്റീസ് അവർ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ ഇൻചാർജ് ആക്കും, അല്ലെങ്കിൽ ഒരു ലാബ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡോക്ടേഴ്സിനെ ഇൻചാർജ് ആക്കും. Why? To identify if there is any disease that may cause an outbreak. Okay, അപ്പോൾ ഈ സെന്റിനൽ അതൊരു മിലിറ്ററി വാക്കാണ്. ഇറ്റ് മീൻസ് എ ഗാർഡ്. ഓക്കെ, ഇറ്റ് മീൻസ് GUARD. Okay, it means a guard who watches and warns of danger early. അതാണ് സെന്റിനലിൻ്റെ അർത്ഥം. ഓക്കെ, now for example of a sentinel, let us say government ഒരു 20 antenatal clinics across India, okay, അതിനെ ചൂസ് ചെയ്തിട്ട് ആ ആൻറ്റിനേറ്റൽ ക്ലിനിക്സിനോട് പറയാണ് റെഗുലർലി പ്രഗ്നൻ്റ് ആയിട്ട് വരുന്ന സ്ത്രീകൾക്ക് HIV ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട് അയച്ചു തരിക. ഓക്കെ, അപ്പോൾ ഈ ക്ലിനിക്സ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ഈ ഗവൺമെൻറ് ചൂസ് ചെയ്ത 20 ആൻറ്റിനേറ്റൽ ക്ലിനിക്സ് ആണ് സെന്റിനൽ സൈറ്റ് അല്ലെങ്കിൽ സെന്റിനൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വളരെ കെയർഫുള്ളി ആയിരിക്കും ഈ ഒരു സെന്റിനൽ ഗ്രൂപ്പിനെ ഗവൺമെൻറ് ചൂസ് ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ ഈ സെന്റിനൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും? അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡേറ്റയൊക്കെ കളക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ദേ വിൽ റിപ്പോർട്ട് ദ ഡേറ്റ ടു ദ ഗവൺമെൻറ്. അപ്പോൾ ഇത് ചില അസുഖങ്ങളുടെ ട്രെൻഡ് അല്ലെങ്കിൽ ചില അസുഖങ്ങളെ പറ്റി വാർണിംഗ് എന്ന് വെച്ചാൽ ഈ അസുഖം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്.
എന്നുള്ള വാർണിംഗ്സ് ഒക്കെ ഈ ഒരു സെന്റിനൽ സർവിലൻസ് ഗവൺമെന്റിന് കൊടുക്കും. അപ്പോൾ ഗവൺമെന്റിന് കുറേ മെഷേഴ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, ടു പ്രിവെന്റ് ദ ഫർദർ ഔട്ട്ബ്രേക്ക് ഓഫ് ദ ഡിസീസ്. അപ്പോൾ സെന്റിനൽ സർവിലൻസ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ലാസ്റ്റ് വൺ ഇസ് സിൻഡ്രോമിക് സർവിലൻസ്. വാട്ട് ഇസ് സിൻഡ്രോമിക് സർവിലൻസ്? See, ഇവിടെ as the name suggests, one second. Syndromic means ഇവിടെ health workers, they note down the symptoms of patients. ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. Okay, that way you can understand it better. For example, ഒരു കമ്മ്യൂണിറ്റി, ഓക്കെ, നമ്മുടെ വില്ലേജ് എ തന്നെ എടുക്കാം. ഇതാണ് വില്ലേജ്, ഓക്കെ, എ. ഇവിടെ ആശ വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ in every places. So these ആശ വർക്കേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ട്, അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്, PHC സ്റ്റാഫ് ഉണ്ട്. ഇവരൊക്കെ they will collect data, okay, they will visit houses and they will ask like symptoms എന്തെങ്കിലും ഉണ്ടോ. ഇപ്പോൾ ഒരു വില്ലേജിൽ ലെറ്റ് സേ ഇൻഫ്ലുവൻസ കേസസ് കുറച്ച് കൂടുന്നതായിട്ട് റിപ്പോർട്ട് വന്നു എന്ന് വെച്ചു, ഇൻഫ്ലുവൻസ, അല്ലെങ്കിൽ ലെറ്റ് സേ കോവിഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഈ ഹെൽത്ത് വർക്കേഴ്സ് ദേ ക്യാൻ ഗോ ടു ദ യൂണിറ്റ്സ്. ചെറിയ ഈ വില്ലേജിലുള്ള വീട്ടിൽ ചെന്നിട്ട് ഹൗസ് ടു ഹൗസ് അവർ പോയിട്ട് ദേ വിൽ ആസ്ക് അവിടുത്തെ മെമ്പേഴ്സിന് സിംറ്റംസ് ഉണ്ടോ, ലൈക്ക് ഫീവർ ഉണ്ടോ, ഡയറിയ ഉണ്ടോ, ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് ഡിസീസ് is being spread there. ഇപ്പോൾ ഇൻഫ്ലുവൻസ ഒരു വില്ലേജിൽ സ്പ്രെഡ് ആവുന്നുണ്ടോ നമുക്ക് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഡെങ്കു സ്പ്രെഡ് ആവുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ഹെൽത്ത് വർക്കേഴ്സിനെ അസൈൻ ചെയ്യും. ഇവർ ചെന്ന് ഡോർ ടു ഡോർ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരോട് ചോദിക്കും അവർക്ക് ആ സ്പെസിഫിക് ഡിസീസിൻ്റെ സിംറ്റംസ് ഉണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ they will inform it to the government. So this helps the government to control the outbreak. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ ഒരു വില്ലേജിലെ വെള്ളം മോശമാണെന്ന് വെച്ചോ, അവർക്ക് കിട്ടുന്ന വെള്ളം മോശമാണ്, അപ്പം അവർക്ക് ദേ ഹാവിങ് വോമിറ്റിംഗ്, ഡയറിയ. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് അംഗൻവാടി വർക്കറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഷീ വിൽ ഗോ ഫ്രം she'll inform the government, and the government will order the health workers to go from one house to another, ask the symptoms, നിങ്ങൾക്ക് ഛർദിലുണ്ടോ, നിങ്ങൾക്ക് ഡയറിയ ഉണ്ടോ, and they will note down the details and the problem can be rectified. Okay, so here we go and ask the symptoms. ഒരു പെർട്ടിക്കുലർ ഡിസീസിൻ്റെ സിംറ്റംസ് ഉണ്ടെന്ന് നമ്മൾ ചോദിച്ചിട്ട് അത് ആ ഡിസീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് the government will try. Okay, so that is syndromic surveillance. അപ്പോൾ ഇവിടെ now question ഒന്ന് വായിച്ചു നോക്കിയേ. Diabetic patient with COVID-19 dies in the hospital. See, during COVID time it was common. So it is what kind of surveillance it is? ഇത് ആക്റ്റീവ് സർവൈലൻസ് ആണോ? അങ്ങോട്ട് ചെന്ന് ആക്റ്റീവായിട്ട് ആൾക്കാർ ഡെത്ത് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണോ? അല്ല, it's a normal death in the hospital. So normal death in the hospital, yes, the doctor അല്ലെങ്കിൽ hospital will inform the government authorities, and that is an example of passive surveillance. That is an example of what, guys? Here nothing we are doing. The patient has died and we are informing to the government. So it is an example of passive surveillance. I hope this is clear.